ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു സൈലം PSC. ഞാൻ സൂരജ് കോടിയേരി. അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2025 ജോഗ്രഫിയിൽ ചോദിച്ചിരിക്കുന്ന ചോദ്യങ്ങളാണ്. അതായത് എന്ത് ട്രെൻഡാണ് PSC ജോഗ്രഫിയിൽ കൊണ്ടുപോയിരിക്കുന്നത്. എല്ലാ ക്വസ്റ്റ്യൻസ് ഒന്നും എടുക്കാനുള്ള സ്വാഭാവികമായിട്ട് സമയമില്ല, എന്നാലും ഏകദേശം പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങളുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് ചോദ്യങ്ങളിലൂടെ ഓരോന്നായിട്ട് പോയാലോ. അപ്പൊ ആദ്യം നമ്മൾ നോക്കുന്നത് ഈ ഒരു ചോദ്യമാണ്. യെസ്, തീർച്ചയായും നമ്മുടെ അന്തരീക്ഷത്തിൽ നിന്നുള്ള മേഘങ്ങളിൽ നിന്നുള്ള ഒരു ചോദ്യമാണ്. ആകാശത്തിൽ പാളികൾ പോലെ കാണപ്പെടുന്ന മേഘം ഏതാണെന്ന്. പാളികൾ പോലെ, പേര് തന്നെ ആക്ച്വലി നമുക്ക് ഉത്തരവുണ്ട്. ഈ പാളികൾക്ക് നമ്മൾ ഇംഗ്ലീഷിൽ സ്ട്രാറ്റ എന്നൊക്കെ പറയും. സ്ട്രാറ്റ എന്ന് വെച്ചാൽ ലെയർ എന്നാണ് അർത്ഥം, അല്ലെങ്കിൽ സ്ട്രാറ്റിഫൈഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലെയേർഡ് എന്നാണ് അർത്ഥം, പാളികളായിട്ടുള്ളത് എന്നാണ് അർത്ഥം. അപ്പൊ തീർച്ചയായും അന്തരീക്ഷത്തില് പാളികൾ പോലെ കാണപ്പെടുന്ന മേഘം ചോദിച്ചു കഴിഞ്ഞാൽ അത് തീർച്ചയായും സ്ട്രാറ്റസ് മേഘങ്ങളായിരിക്കും അല്ലെ. സ്ട്രാറ്റ എന്ന് പറയുന്നത് പാളിയാണല്ലോ. അപ്പൊ സ്ട്രാറ്റസ് എന്ന് പറയുന്നത് തീർച്ചയായും നമ്മുടെ പാളികളായി കാണപ്പെടുന്ന മേഘങ്ങളാണ്. അപ്പൊ ബാക്കിയുള്ള മേഘങ്ങൾ ഏതൊക്കെയാണ് എന്നുകൂടി നമുക്ക് നോക്കാം. സിറസ് എന്ന് പറയുന്നത്, സിറസ് എന്ന് കേട്ട് കഴിഞ്ഞാൽ അപ്പൊ തന്നെ പക്ഷിയുടെ തൂവൽ ഓർത്തോളണം. ഓക്കെ, തൂവല്. അപ്പൊ തൂവൽ കെട്ട് പോലുള്ള അല്ലെങ്കിൽ പക്ഷികളുടെ തൂവൽ പോലുള്ള മേഘങ്ങൾ എന്ന് പറഞ്ഞാൽ അത് സിറസ് ആണ്, ഒരു ഡൗട്ടും വേണ്ട. ഇനി നിംബസ് എന്ന് പറയുന്നത് കാർമേഘമാണ്. മഴയുണ്ടാക്കുന്ന കറുത്ത മേഘങ്ങൾ അല്ലെങ്കിൽ ഗ്രേ കളറിൽ കാണപ്പെടുന്ന മേഘങ്ങളെയാണ് നമ്മൾ നിംബസ് എന്ന് പറയുന്നത്. അപ്പൊ നല്ല കാർമേഘം കണ്ട അപ്പൊ തന്നെ പറഞ്ഞോ നിംബസ് വരാനായി, എത്രയും പെട്ടെന്നല്ലേ മഴ പെയ്യാൻ സാധ്യതയുണ്ടെന്ന് പറയാം. ഓക്കെ, ഇനി ക്യൂമുലസ് ആണ് നമുക്ക് നല്ല നീല ആകാശത്തിലേക്ക് നല്ല പഞ്ഞിക്കെട്ട് പോലെ നല്ല മനോഹരമായിട്ടുള്ള, ഇപ്പൊ സൺസെറ്റിന്റെ സമയത്തൊക്കെ ഈ ക്യൂമുലസ് മേഘങ്ങളുടെ മേളിലൊക്കെ സൺലൈറ്റ് വീഴുന്ന സമയത്ത് ഓറഞ്ച് റെഡ് ഒക്കെ കളറിലുള്ള സൺലൈറ്റ് വീഴുന്ന സമയത്ത് ഭയങ്കര ഭംഗിയായിരിക്കും. അപ്പോ പഞ്ഞിക്കെട്ട് പോലുള്ള മേഘങ്ങൾ അല്ലെ, പഞ്ഞിക്കെട്ട് പോലുള്ള മേഘങ്ങളെയാണ് നമ്മൾ ക്യൂമുലസ് എന്ന് പറയാം. അപ്പൊ തീർച്ചയായും 2025 മേഘങ്ങളിൽ നിന്ന് PSC ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ഇത് മാത്രമല്ല, ഒരുപാട് ക്വസ്റ്റ്യൻസ് പല എക്സാംസുകൾക്കായിട്ട് ചോദിച്ചതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ തീർച്ചയായും 2025 മേഘങ്ങളിൽ നിന്ന് ചോദ്യം വന്നിട്ടുണ്ട്. എന്നാൽ PSC ഇപ്പോഴും അന്തരീക്ഷത്തിൽ നിന്നുള്ള ഇതുപോലുള്ള ചോദ്യങ്ങൾ ആവർത്തിക്കുന്നുണ്ട് എന്നാണ് തീർച്ചയായും ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്നത്. അപ്പോ ഇനിയുള്ള എക്സാം പ്രിപ്പയർ ചെയ്യുന്നവര് തീർച്ചയായും മേഘങ്ങൾ ഈ പറഞ്ഞ കാര്യം നിർബന്ധമായും അറിഞ്ഞിരിക്കുക. സ്ട്രാറ്റസ് എന്ന് പറഞ്ഞാൽ ലെയേർഡ് അല്ല പാളികളായിട്ട്, സിറസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ തൂവൽ, അതുപോലെ ക്യുമുലസ് എന്ന് വെച്ചാൽ പഞ്ഞിക്കെട്ടാണ്. അപ്പൊ നിംബസ് എന്ന് പറയുന്നത് കാർമേഘമാണ്. അപ്പൊ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. യെസ്, വലിയൊരു ചോദ്യം അല്ലേ, സ്റ്റേറ്റ്മെന്റ് വൈസ് ആയിട്ടുള്ള ചോദ്യം അല്ലേ. ഓക്കെ. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ ഒരു പ്രത്യേക പ്രശ്നമുണ്ട്. നമുക്ക് ക്വസ്റ്റ്യന്റെ ആൻസർ ഓപ്ഷൻ ഇവിടെ ഇല്ല. ഓപ്ഷൻ ഞാൻ എന്തായാലും ഇതിൽ നിന്ന് തന്നെ കണ്ടുപിടിച്ച് പറഞ്ഞുതരാം. ഇന്ത്യയിലെ തുണി വ്യവസായവുമായി ബന്ധപ്പെട്ട് താഴെ നൽകിയിട്ടുള്ള പരാമർശങ്ങളിൽ ശരി ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ. യെസ്, അപ്പൊ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിക്കുക. വലിയൊരു ക്വസ്റ്റ്യൻ ആണല്ലേ. സ്റ്റേറ്റ്മെന്റ് വൈസ് ആയിട്ടൊക്കെ വരുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ആകുമ്പോൾ നമുക്ക് പേടിയാകും. അങ്ങനെ പേടിയാവേണ്ട ഒരാവശ്യമില്ല. സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻ സാധാരണ ക്വസ്റ്റ്യനേക്കാളും എളുപ്പമായിരിക്കും. പക്ഷെ ഇത് കുറച്ചൊരു വായിച്ചു നോക്കി കൃത്യമായി മനസ്സിലാക്കിയിട്ട് ആൻസർ ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോ ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ തരുന്നത് ഡയറക്റ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ, ഇപ്പൊ നമ്മളിപ്പോ ഡിസ്കസ് ചെയ്തു പോയിട്ടുള്ള ഡയറക്റ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ മാത്രമല്ല, ഇപ്പൊ PSC കൂടുതൽ ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ ടഫാക്കാൻ വേണ്ടിയിട്ട് വളച്ചൊടിച്ചിട്ടുള്ള അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് വൈസ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് ചോദിക്കുന്നത് എന്നുള്ളതാണ്. അപ്പൊ തീർച്ചയായും ഇങ്ങനെയുള്ള സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻസ് മോക്ക് ടെസ്റ്റിന്റെ സമയത്ത് തന്നെ ചെയ്ത് പ്രിപ്പയർ ചെയ്യുക. എന്നാൽ മാത്രമേ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ആദ്യം തന്നെ സ്കിപ്പ് ചെയ്ത് വിടേണ്ടി വരും. പക്ഷെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങളായിരിക്കും. വായിച്ചു നോക്കാം. സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻസ് എപ്പോഴും വളരെ ഓർഗനൈസ്ഡ് ആയിട്ട് ചെയ്യുക. ആദ്യം ക്വസ്റ്റ്യൻ പാർട്ട് വായിക്കുക, താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിക്കുക. അപ്പൊ അതിൽ ക്വസ്റ്റ്യൻ പാർട്ടിൽ ഒന്നുമില്ല. ചിലപ്പോ ക്വസ്റ്റ്യൻ പാർട്ടിൽ എന്തെങ്കിലും ഒരു ക്ലൂ തന്നിട്ടുണ്ടാവും. ചിലപ്പോൾ ശരിയാണോ തെറ്റാണോ പ്രസ്താവന നമ്മൾ തിരഞ്ഞെടുക്കേണ്ടതെന്ന് തന്നിട്ടുണ്ടാവും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ഉപ്പ് തടാകം എന്ന് പറയുമ്പോൾ ഉപ്പുവെള്ളമുള്ള തടാകം അല്ലെ, ലവണ തടാകങ്ങളാണ് ഉദ്ദേശിച്ചത്. സോൾട്ട് വാട്ടർ ലേക്സുകളായിരിക്കും ഉദ്ദേശിച്ചത്. ഉപ്പ് തടാകങ്ങൾ സാധാരണയായി മരുഭൂമികളിലാണ് കാണപ്പെടുന്നത്. തീർച്ചയായും നമുക്ക് ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട്. ഇപ്പൊ നമുക്ക് രാജസ്ഥാൻ നമ്മുടെ മരുഭൂമിയുള്ള സ്ഥലമാണ്. രാജസ്ഥാനിൽ നമുക്ക് മരുഭൂമിയുടെ അടുത്ത് തന്നെ അല്ലെങ്കിൽ രാജസ്ഥാൻ സംസ്ഥാനത്ത് തന്നെ സാമ്പാർ തടാകം, അതുപോലെ സർഗോൾ തടാകം, ഇങ്ങനെയുള്ള പല തടാകങ്ങളും എല്ലാം ലവണ തടാകങ്ങളാണ് അല്ലെങ്കിൽ സോൾട്ട് ലേക്സുകളാണ്. അപ്പൊ
കൂടുതൽ തടാകങ്ങളും സോൾട്ട് ലേക്സ് ആണ്. അതിൽ നിന്ന് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണെന്ന് കിട്ടി. പക്ഷെ ഇത് സ്റ്റേറ്റ്മെന്റ് വൈസ് എന്ന് വെച്ചാൽ സ്റ്റേറ്റ്മെന്റ് ഡയറക്ട്ലി തെരഞ്ഞെടുക്കുന്ന ഒരു ഇതല്ല. സ്റ്റേറ്റ്മെന്റുകൾ ശരിയാണോ എന്നൊന്നും പറയണം, വിശദീകരണം ഇതിൻ്റെതാണെന്ന് എന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. അപ്പോ ബി നമുക്കൊന്ന് വായിച്ചു നോക്കാം. മരുഭൂമികളിൽ ബാഷ്പീകരണം വർഷണത്തെക്കാൾ കൂടുതലായിരിക്കും. എന്ന് വെച്ചാൽ മഴ പെയ്യുന്നതിനേക്കാളും കൂടുതൽ വെള്ളം ബാഷ്പീകരണം ചെയ്ത് അല്ലെങ്കിൽ ഇവാപ്പറേറ്റ് ചെയ്ത് പോകുമെന്നാണ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായും മരുഭൂമി എന്ന് പറയുമ്പോൾ വെള്ളം കുറഞ്ഞ ഈ ഒരു സ്ഥലം, മഴ വളരെ കുറവുള്ള സ്ഥലം, കൃത്യമായി പറഞ്ഞ 25 സെന്റിമീറ്ററിൽ താഴെ പ്രതിവർഷം മഴ അല്ലെങ്കിൽ വർഷണം ലഭിക്കുന്ന സ്ഥലമാണ്. 25 സെന്റിമീറ്ററിൽ താഴെ വർഷണം ലഭിക്കുന്ന സ്ഥലമാണ് ഒരു മരുഭൂമി എന്ന് പറയുന്നത്. എത്ര? 25 സെന്റിമീറ്ററിൽ താഴെ പ്രതിവർഷം വർഷണം ലഭിക്കുന്ന സ്ഥലങ്ങൾ. വർഷണം എന്ന് പറയുമ്പോൾ ഇപ്പൊ മഴയോ മഞ്ഞോ എന്തെങ്കിലും ആവാം. 25 സെന്റിമീറ്റർ എന്ന് എഴുതാം നിങ്ങൾക്ക്, അല്ലെങ്കിൽ 250 മില്ലിമീറ്റർ എന്ന് എഴുതാം. അതിനേക്കാളും കുറവാണ് മഴയെങ്കിൽ ഉറപ്പിച്ചോ അത് മരുഭൂമിയാണ്. ഇപ്പൊ താർ മരുഭൂമി എന്ന് പറയുന്നത് 15 സെന്റിമീറ്റർ മാത്രം മഴ പെയ്യുന്ന സ്ഥലമാണ്, അല്ലെങ്കിൽ 150 മില്ലിമീറ്റർ മാത്രം മഴ പെയ്യുന്ന സ്ഥലമാണ്. അപ്പൊ താർ മരുഭൂമി ഒരു മരുഭൂമിയല്ലേ? തീർച്ചയായും നമ്മൾ കൺഫേം ചെയ്തു അല്ലെ? അപ്പോ മറക്കരുത്, ഇതാണ് ഒരു മരുഭൂമി. എന്ന് വെച്ചാൽ മഴയുടെ അളവ് കുറവാ, വർഷണം വളരെ കുറവാണ് അല്ലെ? അപ്പൊ ബാഷ്പീകരണം വർഷണത്തെക്കാൾ കൂടുതലായിരിക്കും. എന്ന് വെച്ചാൽ മഴയെക്കാളും കൂടുതൽ വെള്ളം ആവിയായിട്ട്, നീരാവിയായിട്ട്, വാട്ടർ വേപ്പേഴ്സ് ആയിട്ട് അന്തരീക്ഷത്തിലേക്ക് പോവുകയാണ് അല്ലെ? അപ്പൊ തീർച്ചയായും അതുകൊണ്ടാണ് മരുഭൂമിയിൽ ഇത്രയും ഡ്രൈനസ് അല്ലെങ്കിൽ വരൾച്ച. മനസ്സിലായില്ലേ? അപ്പോ എയും ബിയും ശരിയാണ്. ശരിക്കും എക്കുള്ള ഒരു കൃത്യമായ എക്സ്പ്ലനേഷൻ തന്നെയാണ് ബി. ഇപ്പോ മരുഭൂമിയിൽ ഉപ്പ് തടാകങ്ങൾ ഉണ്ടാവാൻ കാരണം ഉപ്പ് തടാകത്തിൽ കിട്ടുന്ന മഴയേക്കാൾ അല്ലെങ്കിൽ ശുദ്ധജലത്തേക്കാൾ കൂടുതൽ വെള്ളം എങ്ങോട്ടേക്ക് പോകുന്നുണ്ട്? ഈ വെള്ളത്തിൽ നിന്ന് എന്ന് വെച്ചാൽ ഈ ഒരു തടാകത്തിൽ നിന്ന് നീരാവിയായിട്ട് അല്ലെങ്കിൽ ഇവാപ്പറേറ്റ് ചെയ്തിട്ട് ബാഷ്പീകരണം ചെയ്ത് നഷ്ടപ്പെടുന്നുണ്ട്. അതുകൊണ്ടാണ് വെള്ളം കൂടുതൽ നഷ്ടപ്പെട്ടിട്ടാണ് ഈ തടാകങ്ങൾ ഉപ്പ് വെള്ളമായിട്ട് മാറുന്നത്. മനസ്സിലായില്ലേ? വെള്ളം മൊത്തമായിട്ട് നീരാവിയായി പോയി അവിടെ ബാക്കി ഉണ്ടാവുക? സോൾട്ട് ആണ്. അപ്പൊ അതുകൊണ്ടാണ് സോൾട്ടി ആവാനുള്ള കാരണം ഈ ലേക്സുകളൊക്കെ. അപ്പോ ബി എന്നത് എയുടെ കറക്റ്റ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ തന്നെയാണ്. ഇനി നമുക്ക് സ്റ്റേറ്റ്മെന്റ് ഒന്ന് വായിച്ചു നോക്കാം. എയും ബിയും ശരിയായ പ്രസ്താവനകളാണ്. ബി എന്നത് എയുടെ ശരിയായ വിശദീകരണമാണ്. അപ്പൊ തീർച്ചയായും നമുക്ക് ഡയറക്ട്ലി ആൻസർ കിട്ടി, എ ആണ്. അപ്പോ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് മുന്നിൽ തരുന്ന എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരും. നമ്മൾ കോൺസെപ്റ്റ് വളരെ കൃത്യമായിട്ട് പഠിക്കണം എന്നുള്ളതാണ് നിങ്ങളുടെ മുന്നിൽ ഇട്ട് തരുന്ന ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പോ പി എസ് സി ഇനി മുതൽ വൺ വേർഡിൽ ചോദിക്കുന്ന ചോദ്യങ്ങൾ മാത്രമല്ല, ഇപ്പൊ ജോഗ്രഫി എന്ന സബ്ജക്റ്റിൽ നിന്ന് വളരെ വ്യക്തമായിട്ട് കാര്യങ്ങൾ, കോൺസെപ്റ്റുകൾ, പ്രതിഭാസങ്ങളും മറ്റും കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റൂ എന്നുള്ളതാണ് ഇത് സൂചിപ്പിക്കുന്നത്. അപ്പൊ ഇനി അടുത്തൊരു ചോദ്യത്തിലേക്ക് പോവാം. യെസ്, തീർച്ചയായും ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ ഇവിടെ ഒരു കോൺസെപ്റ്റ് ഉണ്ട്, ഒന്ന് വായിച്ചു നോക്കിയേ. ഭൂമിയുടെ അകക്കാമ്പിലെ പ്രധാന ഘടകങ്ങൾ അല്ലെ? ഭൂമിയുടെ അകക്കാമ്പിലെ പ്രധാന ഘടകങ്ങൾ ഏതെല്ലാമാണ്? അപ്പൊ തീർച്ചയായും നമുക്ക് ഈ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കാം. ഇരുമ്പ്, നിക്കൽ, സിലിക്കൺ, അലൂമിനിയം, ഓക്സിജൻ, ഹൈഡ്രജൻ, കാൽസ്യം, മഗ്നീഷ്യം. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. ഈ അകക്കാമ്പിനെ അല്ലെങ്കിൽ ഭൂമിയുടെ കാമ്പിൽ, കോറിൽ ഉള്ള 2 ലോഹങ്ങളാണ് നിക്കലും അതുപോലെ അയണും. ഓക്കെ, നിക്കലും അതുപോലെ അയണും. അപ്പൊ അതുകൊണ്ട് തന്നെ കോറിനെ വിളിക്കുന്നത് പോലും നിഫേ പാളി എന്നാണ്, നിഫേ ലെയർ. അതെന്താ അങ്ങനെ? നിക്കലിന്റെ നീയും നിക്കലിന്റെ എൻഐയും അയൺ എന്ന് പറയുമ്പോ ആരാ? ഫെറത്തിന്റെ എഫ്ഇയും ചേർത്ത് നിഫേ പാളി എന്നാണ് കാമ്പിനെ വിളിക്കുന്നത് പോലും അല്ലെ? ഭൂമിയുടെ ഉള്ളിലേക്ക് പോകുമ്പോഴും നമുക്ക് ഭാരം കൂടിയ അല്ലെങ്കിൽ ഈ പറഞ്ഞ മാസ് കൂടിയ എലമെന്റ്സുകളാണ് കാണാൻ പറ്റുക. ഭൂമിയുടെ സെന്റർ ഇരുമ്പും അതുപോലെ നിക്കലും ചേർന്നാണ്. ലോഹങ്ങൾ, നല്ല കട്ടിയുള്ള ഭാരമുള്ള ലോഹങ്ങൾ. ഇപ്പൊ ഭൂമിയുടെ സെന്ററിലാണ് നമുക്ക് നിക്കലും അയണൊക്കെ കൂടുതലായിട്ട് കാണുന്നത്. അതുകൊണ്ട് നിഫേ പാളി എന്നാണ് അറിയപ്പെടുന്നത്. ഇപ്പൊ നമുക്ക് ഡയറക്റ്റ് ആൻസർ കിട്ടി, ഇരുമ്പ്, നിക്കൽ. എ ആണ് ആൻസർ. സെറ്റ് അല്ലേ? പിടികിട്ടിയല്ലോ? അപ്പൊ കോൺസെപ്റ്റ് തന്നെയാണ് ഇത്. കോൺസെപ്റ്റിൽ നിന്ന് ഡയറക്റ്റ് പോലുള്ള ഒരു ചോദ്യം ചോദിച്ചു എന്നേ ഉള്ളൂ. നിർബന്ധമായി അറിഞ്ഞിരിക്കുക. റീസെന്റ് ആയിട്ടെ അമേരിക്കയിലെ ചില ജിയോളജിസ്റ്റുകൾ കണ്ടെത്തി, ഭൂമിയുടെ മധ്യഭാഗം എന്ന് വെച്ചാൽ കാമ്പ് തുരുമ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്ന്. അതെങ്ങനെയായിരിക്കും? കാരണം അയണാണ്. ഓക്സിജൻ അവിടെ എത്തിക്കാണണം.
അങ്ങനെ അയണും ഓക്സിജൻ ചേർത്ത് അയൺ ഓക്സൈഡ് ഉണ്ടാവണം. അങ്ങനെയായിരിക്കണം തുരുമ്പ് പിടിച്ചത്. ഭൂമിയുടെ കാണ്ഡത്തിന്റെ കുറെയൊക്കെ ഭാഗങ്ങൾ ഓൾറെഡി തുരുമ്പ് പിടിച്ചു. അത് ഭൂമിക്ക് ഉണ്ടാവുന്ന പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണ് എന്നൊന്നും ഇതുവരെ പഠിച്ചിട്ടില്ല. എഫക്ട്സുകൾ എന്തൊക്കെയാണെന്ന് ഇതുവരെ പഠിച്ചിട്ടില്ല. അപ്പൊ നമുക്കറിയാം എന്തായാലും ഭൂമിയുടെ മധ്യഭാഗം നിക്കലും അയണും ആണെന്ന്. അപ്പോ മറക്കരുത്. അടുത്ത ഏരിയയിലേക്ക് പോവാണ്. ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് വ്യവസായശാല. ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് വ്യവസായശാലയാണ് ചോദിച്ചത്. തീർച്ചയായും ഇതിൽ വളരെ സിമ്പിൾ ആയിട്ട് ആൻസർ കണ്ടെത്താൻ പറ്റും. നമുക്ക് കർണാടകയിലായിട്ട് ദക്ഷിണേന്ത്യയിലെ വളരെ വലിയൊരു ഇരുമ്പുരുക്ക് ശാലയുണ്ട്. പൊതുവെ നമുക്ക് ഇരുമ്പുരുക്ക് ശാലകളൊക്കെ കാണും. ഇപ്പൊ ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനിയൊക്കെ കാണുന്നത് ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയിലാണ്. പക്ഷെ നമ്മുടെ വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി വർക്ക്സ് ലിമിറ്റഡ് സ്ഥിതി ചെയ്യുന്നത് കർണാടകയിലാണ്. അപ്പോ കർണാടകയിൽ കാണുന്ന വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ വർക്ക് ലിമിറ്റഡ് ആണ് നമ്മുടെ ദക്ഷിണേന്ത്യയിലെ ആദ്യ ഇരുമ്പുരുക്ക് ശാല. ഞാൻ എപ്പോഴും മാരത്തോണിൽ പറയുന്നതാണ് ഇരുമ്പുരുക്ക് ശാലകൾ പഠിക്കണം, എക്സാമിന് ചോദിക്കുന്നത്. എല്ലാ എക്സാംസിനും മോസ്റ്റ് ഓഫ് ദി എക്സാം, എല്ലാം എന്ന് ഞാൻ പറയുന്നില്ല, ഓൾമോസ്റ്റ് അധിക എക്സാംസുകൾക്ക് ഇരുമ്പുരുക്ക് ശാലയിൽ നിന്ന് ചോദ്യങ്ങൾ വരാറുണ്ട്. ഇങ്ങനെയാണ് പല കാര്യങ്ങളും പറഞ്ഞത് അതുപോലെ ആൻസർ ആയിട്ട് കിട്ടുന്നത്. ഓക്കെ, ഐ മീൻ ക്വസ്റ്റ്യൻസ് ആയിട്ട് നിങ്ങളുടെ എക്സാമിന് വരുന്നത് മറക്കരുത്. അപ്പൊ അടുത്തൊരു ചോദ്യത്തിലേക്ക് പോകാം. മൗസിൻ റാമിൽ വളരെയധികം ടഫായിട്ട് നമുക്ക് എല്ലാവർക്കും തോന്നിയ ഒരു ചോദ്യമാണ് ഈ വർഷം 2025 വന്ന ചോദ്യങ്ങളിൽ. അപ്പോ മൗസിൻ റാമിൽ ഡയറക്ട്ലി സാധാരണ എന്താ ചോദിക്കുക, ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ മഴ പെയ്യുന്ന സ്ഥലം എവിടെയാ? മൗസിൻ റാം. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ മഴ പെയ്യുന്ന മൗസിൻ റാം എന്ന സ്ഥലം ഏത് സംസ്ഥാനത്താ? ഇതൊക്കെയാണ് ചോദിക്കുക. ഈ വർഷം അങ്ങനെയല്ല, വളരെയധികം വെറൈറ്റി ആയിട്ട് കുറച്ച് ടഫാക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി PSC വേറൊരു രീതിയിലൊക്കെയാണ് ക്വസ്റ്റ്യൻസ് ചോദിച്ചതായിട്ട് കാണാൻ പറ്റുന്നത്. അപ്പൊ തീർച്ചയായും നിങ്ങൾ എന്ത് ചെയ്യുക, കോൺസെപ്റ്റ് കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം, എന്നാലേ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. മൗസിൻ റാമിൽ ഏറ്റവും കൂടുതൽ വാർഷിക മഴ ലഭിക്കാനുള്ള കാരണമാണ് നമ്മളോട് ചോദിച്ചത്. മൗസിൻ റാം എവിടെയാ? മേഘാലയയിലാണ്. അപ്പൊ നിങ്ങൾ എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യനിൽ ഏതെങ്കിലും ഒരു സ്ഥലപ്പേരാണ് നൽകിയിരിക്കുന്നതെങ്കിൽ തീർച്ചയായും അത് എവിടെയാണെന്ന് അവിടെ തന്നെ എഴുതി വെക്കുന്നത് നല്ലതാണ്. ചിലപ്പോൾ നിങ്ങളെ ഇത് ഹെൽപ്പ് ചെയ്യും പിന്നീട്. ഓക്കെ, അപ്പൊ മൗസിൻ റാം എവിടെയാ? മേഘാലയയിലാണ്. ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കാം. വടക്ക് കിഴക്കൻ മൺസൂൺ മഴ നന്നായി ലഭിക്കുന്നത് കൊണ്ട്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് നമ്മുടെ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ ആണ്. വടക്ക് കിഴക്കൻ മൺസൂൺ മഴ കരയിൽ നിന്ന് വരുന്ന മഴയാണ്. എന്ന് വെച്ചാൽ ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ നിന്ന് തിരിച്ച് തെക്ക് ഭാഗത്തേക്ക് വീശുന്ന കാറ്റാണ്. അപ്പൊ ഈ മൺസൂൺ കാറ്റിൽ അധികം മഴ ഉണ്ടാവില്ല. ഇനി അഥവാ വടക്ക് കിഴക്കൻ മൺസൂണിൽ നിന്ന് നന്നായിട്ട് മഴ ലഭിക്കുന്നുണ്ടെങ്കിൽ അത് ഇന്ത്യയിലെ തമിഴ്നാടിന് മാത്രമാണ്. കാര്യമായിട്ട് തമിഴ്നാടിന് മാത്രം. തമിഴ്നാടില് ഈ വടക്ക് കിഴക്കൻ മൺസൂണിന്റെ സമയത്താണ് മഴ പെയ്യുക. എന്ന് വെച്ചാൽ തുലാവർഷം ഒക്ടോബർ നവംബർ മാസങ്ങളിലൊക്കെ തമിഴ്നാട്ടിൽ നല്ല മഴയായിരിക്കും. കേരളത്തിലും കുറച്ച് മഴയൊക്കെ കിട്ടും. അപ്പൊ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് അല്ല എന്ന് നമുക്ക് കാണാൻ പറ്റും. ബംഗാൾ ഉൾക്കടലിൽ ഇടയ്ക്കിടെ ഉണ്ടാകുന്ന ചക്രവാത ചുഴി. ബംഗാൾ ഉൾക്കടലിൽ എന്തെങ്കിലും ചക്രവാത ചുഴി ഉണ്ടായാൽ അത് നമ്മുടെ തമിഴ്നാട്, ആന്ധ്ര, ഈവൻ കേരളം, ഒഡീഷ, വെസ്റ്റ് ബംഗാൾ പോലുള്ള സംസ്ഥാനങ്ങളിലാണ് മഴ കിട്ടുക. കാരണം ബംഗാൾ ഉൾക്കടലിന്റെ തൊട്ടടുത്തുള്ള സംസ്ഥാനങ്ങൾ ഇതൊക്കെയാണ്. മേഘാലയ, ഈവൻ ബംഗ്ലാദേശും കടന്ന് വടക്കു ഭാഗത്താ. അപ്പൊ ബംഗാൾ ഉൾക്കടലുമായിട്ട് ഒരു ബന്ധവുമില്ല. അപ്പോ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾക്ക് വെട്ടിക്കളയാം. ഇതൊക്കെ PSC നിങ്ങളെ തെറ്റിക്കാൻ വേണ്ടിയിട്ട്, നിങ്ങളെ ഒന്ന് കറക്കാൻ വേണ്ടിയിട്ട് തരുന്ന സ്റ്റേറ്റ്മെന്റുകളാണ്. അതിലൊന്നും നിങ്ങൾ വീണു പോകരുത്. ഖാസി, ശരിക്കും ഖാസി അല്ല ഖാസിയാണ്. ഖാസി കുന്നുകളുടെ സാന്നിധ്യം. നമുക്ക് ഒരു കാര്യം അറിയാം, നമ്മുടെ മൗസിൻ റാം സ്ഥിതി ചെയ്യുന്നത് ഖാസി കുന്നിലാണ്. അറിയോ? അറിയില്ലെങ്കിൽ പഠിക്കുക. മൗസിൻ റാം സ്ഥിതി ചെയ്യുന്നത് ഗാരോ ഖാസി ജയന്തിയില്ലേ, അതിൽ നടുവിലെ കഷ്ണായ ഖാസി കുന്നില. അപ്പോ ആ കാര്യം നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. മിതോഷ്ണ മേഖലാ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്നുണ്ട്. തീർച്ചയായും നമ്മുടെ ഇത് മിതോഷ്ണ മേഖലയൊന്നുമല്ല, ഉഷ്ണമേഖലയുടെ ഭാഗം തന്നെയാണ്, അല്ലെങ്കിൽ ഉഷ്ണമേഖലയുടെ വളരെ അടുത്തുള്ള സ്ഥലം തന്നെയാണ്. അങ്ങനെ മിതോഷ്ണോ അല്ലെങ്കിൽ ശൈത്യമേഖലയോ അങ്ങനെയുള്ള സ്ഥലങ്ങളോ ഒന്നും തന്നെയല്ല. ഇനി അഥവാ മിതോഷ്ണ മേഖലയിലാണെങ്കിൽ തന്നെ മഴ അവിടെ കൂടണമെന്നില്ലല്ലോ. മഴ ഏറ്റവും കൂടുതൽ കിട്ടുന്നത് ഉഷ്ണമേഖലയിലും നമ്മുടെ ഭൂമധ്യരേഖയുടെ അടുത്ത് തന്നെയാണ്. മിതോഷ്ണ മേഖലയിൽ മഴ കൂടുതൽ കിട്ടണമെന്ന് ഒരു കോൺസെപ്റ്റ് നമ്മൾ പഠിക്കുന്നില്ല. ഓക്കെ, അപ്പോ തീർച്ചയായും C ആയിരിക്കണം നമ്മുടെ ആൻസർ. C ആണ് നമ്മുടെ ആൻസർ. അപ്പൊ ഈ ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ. അപ്പൊ ഡയറക്റ്റ് ആയിട്ട് ഒരു ചോദ്യം ചോദിക്കാതെ ഈ വർഷം എനിക്ക് ഒരുപാട് വ്യത്യസ്തത തോന്നിയ കാര്യങ്ങൾ ഇത് തന്നെയാണ്. അതായത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ PSC കുറച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനു പകരം കുറച്ചുകൂടി കോൺസെപ്റ്റ് മനസ്സിലാക്കുന്നവർ എഴുതിയാൽ മതി എന്നുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിനെ
പ്രിപ്പയർ ചെയ്തിരിക്കുക. ഓക്കെ, അപ്പൊ അത് അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ്. ജമ്മു ആൻഡ് കാശ്മീർ ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയിലുള്ള ബഗ്ലിഹാർ ഡാം അണക്കെട്ട് ഏത് നദിയിൽ സ്ഥിതി ചെയ്യുന്നു എന്നാണ് നമ്മുടെ എക്സാമിന് ചോദിച്ചത്. ഞാൻ ഓൾറെഡി കഴിഞ്ഞ ഒരു 3-4 മാസങ്ങളായിട്ട് എക്സാം എഴുതുന്ന എല്ലാവരോടും പറയുന്ന ഒരേ ഒരു കാര്യം, ഓഫ്ലൈൻ ക്ലാസ്സിനൊക്കെ വരുന്ന സമയത്ത് ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, സിന്ധു നദിയും അതിന്റെ പോഷക നദിയും നോക്കണം. കാരണം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ വലിയൊരു യുദ്ധം ഉണ്ടായി, വലിയൊരു സംഘർഷം ഉണ്ടായി. യുദ്ധം എന്ന് പറയുന്നില്ല, സംഘർഷം ഉണ്ടായി, യുദ്ധ സാഹചര്യങ്ങൾ ഉണ്ടായി. ഓക്കെ, അപ്പോ സ്വാഭാവികമായിട്ടും നമ്മൾ ഈ യുദ്ധത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ചെയ്തിട്ടുണ്ട്, സിന്ധു നദീജല കരാർ ലംഘിച്ചിട്ടുണ്ട്. അപ്പൊ സിന്ധു നദീജല കരാർ ബ്രേക്ക് ചെയ്തു നമ്മൾ ഇന്ത്യ. പാകിസ്ഥാൻ ഒരു നടപടിയും തീവ്രവാദത്തിനെതിരെ എടുക്കാത്തതുകൊണ്ട് നമ്മൾ ചില ഡാമുകൾ ക്ലോസ് ചെയ്തും പുതിയതായിട്ട് ചില ഡാമുകൾ തുറന്നു വിട്ടും നമ്മൾ ഒരുപാട് വെള്ളപ്പൊക്കവും വരൾച്ചയൊക്കെ പാകിസ്ഥാനിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ ഡാമുകളെ കുറിച്ച്, ഈ നദികളെ കുറിച്ച് എക്സാമിന് ക്വസ്റ്റ്യൻസ് വരും. തീർച്ചയായും വന്നിട്ടുണ്ട്. നമ്മുടെ ആ ഒരു സംഘർഷത്തിന് ശേഷം 3 ക്വസ്റ്റ്യൻ പേപ്പറിലോളം നമുക്ക് സിന്ധു നദിയിൽ നിന്നുള്ള ചോദ്യങ്ങൾ കാണാൻ പറ്റും. അപ്പൊ സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു ചോദ്യമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിട്ടിരിക്കുന്നത്. ജമ്മു കാശ്മീർ ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയിലുള്ള ബഗ്ലിഹാർ ഡാം തീർച്ചയായും നമ്മുടെ ഈ ഒരു സംഘർഷം നടന്നുകൊണ്ട് മാത്രം ചോദിക്കുന്ന ഒരു ചോദ്യമാണത് എന്ന് നമുക്ക് കാണാൻ പറ്റും. ഈവൻ ആ പേര് തന്നെയുണ്ട്, ക്വസ്റ്റ്യൻ പാർട്ട് തന്നെയുണ്ട്, ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയിലാണ്, ജമ്മു കാശ്മീരിലാണെന്ന്. അപ്പോ ബഗ്ലിഹാർ ഡാം സ്ഥിതി ചെയ്യുന്നത് ചെനാബിലാണ് സ്ഥിതി ചെയ്യുന്നത്. ചെനാബില് ബഗ്ലിഹാർ ഡാം മാത്രമല്ല മറ്റു ചില ഡാമുകളും കാണാൻ പറ്റും. റത്തിൽ അല്ലെങ്കിൽ റാറ്റിൽ അല്ലെങ്കിൽ റത്തിലെ ഡാം സ്ഥിതി ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇനി വേറൊന്ന് ദുൽഹസ്തി. ഇങ്ങനെ 2 ഡാമുകൾ നമുക്ക് ചെനാബ് നദീ വ്യൂഹത്തിൽ തന്നെ കാണാൻ പറ്റും. ഇൻഡസ് വാട്ടർ ട്രീറ്റി അനുസരിച്ച് അല്ലെങ്കിൽ സിന്ധു നദീജല കരാർ അനുസരിച്ച് നമ്മുടെ 1960 നമ്മുടെ ജവഹർലാൽ നെഹ്റുവും പാകിസ്ഥാന്റെ അയൂബ് ഖാനും എഴുതിയ കരാർ അനുസരിച്ച്, വേൾഡ് ബാങ്ക്, ലോക ബാങ്ക് മധ്യസ്ഥത വഹിച്ച കരാർ അനുസരിച്ച് ഇൻഡസ്, ചെനാബ്, ജലം, സിന്ധു, ചെനാബ്, ജലം ഈ 3 നദികൾ പാകിസ്ഥാന് വേണ്ടിയുള്ള അല്ലെങ്കിൽ നമ്മൾ സ്വൈര്യമായിട്ട് വിട്ടുകൊടുക്കേണ്ട നദികളാണ്. ബാക്കി BS രവി, സത്ലജ് ഇന്ത്യയുടെ നദികളാണ്. ഇന്ത്യയുടെ BS രവി, സത്ലജ് നദികളിൽ നമുക്ക് ഡാമുകളോ ജലവൈദ്യുത പദ്ധതി നിലയങ്ങളോ എല്ലാം തുടങ്ങാം, ഒരു കുഴപ്പമില്ല. പക്ഷെ ഇൻഡസ്, ചെനാബ്, ജലം നദികളിൽ നമുക്കൊന്നും തുടങ്ങാൻ പാടില്ല. അപ്പോ പക്ഷെ നമ്മൾ ഈ കരാറ് നമ്മൾ 2025 നമ്മൾ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോ ഈ ഡാമുകളൊക്കെ ഇതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. എക്സാമിന് ഇനിയും ചോദ്യം ചോദിക്കും. അപ്പോ സിന്ധു നദി ഒന്നുകൂടി നോക്കിയിട്ട് പോവുക ഈ വരുന്ന എക്സാംസുകൾ എഴുതാൻ പോകുന്നവര്. ഓക്കെ, അപ്പൊ എക്സാമിന് ഒരു കാരണവശാലും മറക്കരുത്. അതുപോലെ ഇന്ത്യൻ റെയിൽവേ നല്ല ഉയരത്തിലൊരു പാലം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇന്ത്യയിലെ ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള റെയിൽവേ ബ്രിഡ്ജ് ആണ് ഒരു നദിക്ക് കുറുകെയുള്ളത്, ചെനാബ് റെയിൽ ബ്രിഡ്ജ്. അതും എക്സാമിന് വരും. ഓൾറെഡി 2 എക്സാമിന് വന്നിട്ടുണ്ട്. ഒന്ന് നോക്കിയിട്ട് പോകുക. ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള റെയിൽ ബ്രിഡ്ജ് ഒരു നദിക്ക് കുറുകെ അല്ലെ, ചെനാബ് റെയിൽ ബ്രിഡ്ജ്. ഇനി നമുക്ക് വീണ്ടും മുന്നോട്ടേക്ക് പോകാം. ലോക തണ്ണീർത്തട ദിനം എന്ന്. ഇത് ശരിക്കും ഒരു ദിനം വെറുതെ ഒന്ന് ചോദിച്ചതല്ല. ലോക തണ്ണീർത്തട ദിനം ഈ ചോദിക്കാൻ കൃത്യമായ ഒരു കാരണമുണ്ട്. കാരണം ലോക തണ്ണീർത്തട ദിനം എന്ന് പറയുന്നത് ഫെബ്രുവരി 2 ആണ്. ഫെബ്രുവരി 2 ഒരു പ്രത്യേകതയുണ്ട്. അന്നാണ് നമ്മൾ രാംസാർ ഉടമ്പടി ഒപ്പുവെച്ചത്. അതായത് 1971 ഫെബ്രുവരി 2 ലോകരാജ്യങ്ങൾ ഒപ്പുവെച്ച ഒരു ഉടമ്പടിയാണ് രാംസാർ ഉടമ്പടി. ഈ രാംസാർ എന്ന് പറയുന്നത് ഇറാനിലെ ഒരു സ്ഥലമാണ്. ഓക്കെ, ഇറാനിലെ ഒരു സ്ഥലമാണ്. അവിടെ ലോകരാജ്യങ്ങളൊക്കെ ഒത്തുചേർന്ന് വച്ച ഈ ഉടമ്പടി തണ്ണീർത്തട സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ്. തണ്ണീർത്തടങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. ടു പ്രൊട്ടക്ട് വെറ്റ്ലാൻഡ്സ്. നമ്മുടെ വയലുകളും തടാകങ്ങളും കായലുകളും ഇതൊക്കെ ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. കണ്ടൽ കാടുകളും ഒക്കെ ഉൾപ്പെടുന്നുണ്ട്. ഇപ്പോ ഇന്ത്യയിലെ ഏറ്റവും വലിയ രാംസാർ തണ്ണീർത്തടം എന്ന് പറയുന്നത് സുന്ദർബൻസ് ഡെൽറ്റയാണ്. അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് സ്ഥലങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ആക്ച്വലി ഇന്ത്യയിൽ നിന്ന് ആസ് ഓഫ് നൗ ഞാൻ ഇന്ന് ക്ലാസ് എടുക്കുന്ന ഈ ദിവസം വരെ 94 രാംസാർ തണ്ണീർത്തടങ്ങൾ നിലവിൽ വന്നിട്ടുണ്ട്. പക്ഷെ ഞാനൊരു കാര്യം പ്രത്യേകം പറയാം, ഇത് എപ്പോ വേണമെങ്കിലും മാറാം. 94 മാറിയിട്ട് 95 96 ഒക്കെ എപ്പോ വേണമെങ്കിലും മാറാം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ എപ്പോഴും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം. എക്സാമിന് ഒരു 3-4 ആഴ്ച അല്ലെങ്കിൽ 1 മാസം മുമ്പേയുള്ള ഫാക്ട് എപ്പോഴും പഠിച്ചിട്ട് പോവുക. എക്സാമിന് അതായിരിക്കും ചോദിക്കുന്നത്. അപ്പോ
94 ആസ് ഓഫ് നൗ ടുഡേ ഇന്ന് വരെ വന്നിട്ടുണ്ട്. ഫ്രം കേരള ഇതിൽ 3 എവിടെയാ? കേരളത്തിലാണ്. അഷ്ടമുടിയും ശാസ്താംകോട്ടയും അതുപോലെ വേമ്പനാട് കായലും. 2002 ഈ 3 കായലുകളെ രാംസാർ തണ്ണീർത്തട പട്ടികയിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പൊ മറക്കരുത്, 94 രാംസാർ തണ്ണീർത്തടങ്ങൾ ഇതുവരെ കൊണ്ടുവന്നിട്ടുണ്ട്. ദാറ്റ്സ് ഇറ്റ്. ഇനി നമുക്ക് അടുത്തൊരു ചോദ്യത്തിലേക്ക് പോവാം. ഒരുപാട് പേരെ കൺഫ്യൂഷൻ ആക്കിയ ഈ ക്വസ്റ്റ്യൻ ഒക്കെ കണ്ടിട്ട് ജോഗ്രഫി ടഫ് ആയിരുന്നു എന്നൊക്കെ പറഞ്ഞവരുണ്ട്. അവര് പ്രത്യേകം കാണുക ഈ ക്വസ്റ്റ്യൻസുകൾ എങ്ങനെ ചെയ്യണം. അതായത് വലിയ ക്വസ്റ്റ്യൻസ്, വളരെ വലിയ സ്റ്റേറ്റ്മെന്റ് വൈസ് ആയിട്ട് വരുന്ന ചോദ്യങ്ങൾ. എടാ ശരിക്കും എന്റെ അഭിപ്രായത്തിൽ സ്റ്റേറ്റ്മെന്റിന്റെ വലിപ്പം കൂടുന്നതിനനുസരിച്ച് ക്വസ്റ്റ്യൻ എളുപ്പമാവുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ തന്നെ അതൊന്ന് നോക്കിയാൽ മതി. സ്റ്റേറ്റ്മെന്റിന്റെ വലിപ്പവും എണ്ണവും കൂടുന്നതിനനുസരിച്ച് ക്വസ്റ്റ്യൻ ഈസി ആവും. ഓക്കെ, സ്റ്റേറ്റ്മെന്റ് ചെറുതാവുമ്പോഴാണ് പ്രശ്നം. രണ്ടോ മൂന്നോ സ്റ്റേറ്റ്മെന്റ് ആകുമ്പോൾ കുറച്ച് പ്രശ്നമാണ്. 2 സ്റ്റേറ്റ്മെന്റ് ഒക്കെ തന്നിട്ട് ബോത്ത് 1 and 2, നെയ്തർ 1 and nor 2, അല്ലെങ്കിൽ 1 only 2 only, ഇങ്ങനെ വരുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം 2 സ്റ്റേറ്റ്മെന്റിനെ കുറിച്ചും വ്യക്തമായ ധാരണ ഉണ്ടാവണം. അതേസമയം ഇത് വലിയ പ്രശ്നമില്ല. ഇത് നോക്കിക്കോ. ഇന്ത്യയുടെ കാലാവസ്ഥ, ജനജീവിതം എന്നിവ രൂപപ്പെടുത്തുന്ന ഉത്തരപർവ്വത മേഖല എന്ന് വെച്ചാൽ ഹിമാലയം വഹിക്കുന്ന പങ്കുമായി ബന്ധമില്ലാത്ത പ്രസ്താവന എന്ന് വെച്ചാൽ തെറ്റായ പ്രസ്താവനയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് വായിക്കാം. നദിയുടെ ഉത്ഭവ പ്രദേശം. ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ, ഹിമാലയത്തിൽ നിന്ന് എത്ര നദികൾ ഉത്ഭവിക്കുന്നുണ്ട്. അപ്പോ എ അല്ല ആൻസർ. മൺസൂൺ കാറ്റുകളെ തടഞ്ഞു നിർത്തി ഉത്തരേന്ത്യയിലുടനീളം മഴ പെയ്യ്ക്കുന്നു. തീർച്ചയായും ഹിമാലയം ചെയ്യുന്ന വലിയൊരു കാര്യമാണത്. അപ്പൊ ബിയും അല്ല ആൻസർ. അല്ലെ, മൺസൂണിനെ തെരഞ്ഞെടുത്തിട്ട് പശ്ചിമഘട്ടം മഴ പെയ്യിപ്പിക്കുന്നുണ്ട് കേരളത്തിലൊക്കെ, അവിടെ ഹിമാലയവും മഴ പെയ്യിക്കുന്നുണ്ട്. ഇനി ഉഷ്ണകാലത്ത് തെക്ക് നിന്ന് വീശുന്ന വരണ്ട ശീതക്കാറ്റ്. ഈ അലുവയും മത്തിക്കറിയും പോലെ ഒരു ബന്ധമില്ലല്ലോ. ഉഷ്ണകാലത്ത് ശീതക്കാറ്റ്, അത് കണ്ടാൽ തന്നെ തെറ്റാണെന്ന് മനസ്സിലായി. ഇനി തെക്ക് നിന്ന് വീശുന്ന ശീതക്കാറ്റ്, നമ്മുടെ ഉഷ്ണകാലത്ത് ഇന്ത്യയില് ഉത്തര മഹാസമുദ്രത്തിലും നമ്മുടെ ഉപദ്വീപീയ പീഠഭൂമിയിലൊക്കെ എത്ര ടെമ്പറേച്ചർ? 40 50 ഒക്കെയാ. അപ്പോ ഇവിടെ ശീതക്കാറ്റാണോ വീശുന്നത്? ഒരിക്കലും അല്ല. അപ്പൊ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ആക്ച്വലി തെറ്റാണ്. അപ്പൊ മോസ്റ്റ്ലി സി ആയിരിക്കും അല്ലെ ആൻസർ. എന്നാലും നമുക്ക് ഡി ഒന്ന് ചെക്ക് ചെയ്തേക്കാം. വൈവിധ്യമാർന്ന സസ്യജന്തുജാലങ്ങൾ ഉടലെടുക്കുന്നതിന് കാരണമാകുന്നു. തീർച്ചയായും ഹിമാലയത്തിൽ എത്ര ജീവികളുണ്ട്? അപ്പോ ഇതും ശരിയാണ്. അപ്പൊ ഡിയും അല്ല ആൻസർ. സോ യു ഗോട്ട് ദി ആൻസർ. സി ഇസ് ദ ആൻസർ. ഉഷ്ണകാലത്ത് നിന്ന് തെക്ക് ഭാഗത്ത് എന്ന് വെച്ചാൽ ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് ഏതാണോ ശീതക്കാറ്റ്, അത് ഉഷ്ണകാലത്ത്, ശൈത്യകാലത്ത് നിന്നാകുമ്പോൾ വീണ്ടും നമുക്കൊരു കൺഫ്യൂഷൻ വരാം. ഉഷ്ണകാലത്ത് തെക്ക് നിന്ന് വീശുന്ന വരണ്ട ഒരു ശീതക്കാറ്റ്, എടാ ടിബറ്റൻ പീഠഭൂമി, ഹിമാലയത്തിന്റെ വടക്ക് ഭാഗം, ചൈനയിൽ നിന്നും മധ്യ ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്നും റഷ്യ എന്നൊക്കെ വീശുന്ന ശീതക്കാറ്റിനെയാണ് ഹിമാലയം തടഞ്ഞു നിർത്തുന്നത്. വടക്ക് നിന്ന് വീശുന്ന ശീതക്കാറ്റ്, അത് ഉഷ്ണകാലത്തല്ല, ശൈത്യകാലത്ത്. സെറ്റല്ലേ? അപ്പൊ എല്ലാം മാറ്റി അങ്ങ് എഴുതിയിരിക്കുകയാണ് SCERT പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ. അപ്പൊ അതിന്റെ ആൻസർ നമുക്ക് പിടികിട്ടി. ഇനി ഏത് വർഷം നിങ്ങൾ PSC എഴുതാൻ പോയാലും ദേശീയ ജലപാത ഇല്ലാതെ, നമുക്കിപ്പോ ഊണിന് സാമ്പാർ ഇല്ലാതെ പറ്റില്ല എന്നതുപോലെ നമ്മുടെ PSCയുടെ ഒരു എക്സാം എഴുതാൻ പോകുമ്പോൾ ദേശീയ ജലപാത നോക്കാതെ പോകരുത്. അത്രയും ഇമ്പോർട്ടന്റ് ആണ്. 1986 ഉൾനാട ജലഗതാഗത അതോറിറ്റി രൂപം കൊണ്ടു. ഒരു ഫാക്ട് പഠിച്ചു. ക്വസ്റ്റ്യനിലുള്ള ഒരു ഫാക്റ്റാ, പഠിച്ചോ കേട്ടാ. എക്സാമിന് ചിലപ്പോൾ ചോദിക്കും, ഇനി വരുന്ന എക്സാമിന്. 1986 ഉൾനാടൻ ജലഗതാഗത അതോറിറ്റി അഥവാ ഇൻലാൻഡ് വാട്ടർവേസ് അതോറിറ്റി ഓഫ് ഇന്ത്യ രൂപപ്പെട്ടത്. ഇന്ത്യയിൽ 5 ജലപാതകളെ ദേശീയ ജലപാതകളെ പ്രഖ്യാപിച്ചു ആ സമയത്ത്. ഇതിൽ കൊല്ലം കോട്ടപ്പുറം ഇപ്പോഴും PSC പഠിച്ചിട്ടില്ല. കൊല്ലം ടു കോഴിക്കോടാണ് നമ്മുടെ ദേശീയ ജലപാത. പശ്ചിമ തീര കനാൽ എന്നാണ് വെസ്റ്റേൺ കോസ്റ്റൽ കനാൽ എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഓക്കെ, വെസ്റ്റ് കോസ്റ്റ് കനാൽ. അപ്പൊ വെസ്റ്റ് കോസ്റ്റ് കനാൽ എന്നറിയപ്പെടുന്ന കേരളത്തിന്റെ കൊല്ലം തൊട്ട് കോട്ടപ്പുറം അല്ല, കോഴിക്കോട് വരെയുള്ള ദേശീയ ജലപാത 3 അപ്പൊ PSC ഏതാ എഴുതിക്കോ, പക്ഷെ ഇത് ദേശീയ ജലപാത നോക്കാതെ നിങ്ങൾ ഒരു കാരണവശാലും പോകരുത്. സെറ്റല്ലേ? ഒരു ക്വസ്റ്റ്യനും കൂടി നമുക്ക് നോക്കാം. പർവ്വത നിരകളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന മണിപ്പൂരിലെ, ഇവിടുത്തെ കീവേഡ് മണിപ്പൂരാണ് അല്ലെ? മണിപ്പൂരിൽ നിങ്ങൾക്ക് ഏതെങ്കിലും തടാകം അറിയോ? തീർച്ചയായും നമ്മുടെ ബുലാർ തടാകം ജമ്മു കാശ്മീരിലാണ്. ചിൽക്ക തടാകം ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാകമാണ്. ചിൽക്ക അത് ഒഡീഷയിലാണ്. ബുലാറോ ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ്.
അതേപോലെ ശ്രീനഗറിൽ നമുക്ക് ഷിക്കാര തോണിയൊക്കെ കാണുന്ന സ്ഥലത്താണ് ദാൽ തടാകം. സോ യു ഗോട്ട് ദി ആൻസർ ലോക്താക്. ലോക്താക് തടാകം മറക്കരുത്. ലോക്താക് തടാകം മറക്കരുത്. ലോക്താക് ലേക്കിന്റെ പ്രത്യേകത ഒന്ന്, ഇത് തീർച്ചയായും മണിപ്പൂരാണ്. നോർത്ത് ഈസ്റ്റിലെ ഏറ്റവും വലിയ തടാകം. നോർത്ത് ഈസ്റ്റിലെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ്. വടക്ക് കിഴക്കൻ സംസ്ഥാനത്ത് വേറെ ഏതെങ്കിലും തടാകം നിങ്ങൾക്ക് അറിയോ? ഇല്ലല്ലോ. അപ്പോ ഇത് തന്നെ ആൻസർ. PSC ക്വസ്റ്റ്യൻ അത്, PVQ ആണ്. ഇനി ഇവിടെ നമുക്ക് ഒഴുകുന്ന ദേശീയോദ്യാനൊക്കെ കാണാൻ പറ്റും. ഒഴുകുന്ന ദേശീയ ഉദ്യാനം, എന്താ ഇതിന്റെ പേര്? ഒഴുകുന്ന ദേശീയോദ്യാനത്തിന്റെ പേരാണ് കെയ്ബുൾ ലാംജാവോ. ഓക്കെ, കെയ്ബുൾ ലാംജാവോ. ഇതൊക്കെ നിർബന്ധമായി അറിഞ്ഞിരിക്കണം. കെയ്ബുൾ ലാംജാവോ ആണ് നമ്മുടെ ഇന്ത്യയിലെ ഒഴുകുന്ന ദേശീയോദ്യാനം. ഓക്കെ, അപ്പൊ ലോക്താക് തടാകത്തിലാണ് ഈ ലോക്താക് തടാകത്തിലാണ് ഈ പറഞ്ഞ ദേശീയോദ്യാനം വരുന്നത്, മറക്കരുത്. അപ്പോ കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് 2025 നമ്മളോട് ചോദിച്ചത്. ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ അനലൈസ് ചെയ്തപ്പോ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ മാത്രമല്ല, നമുക്ക് ഒരുപാട് കോൺസെപ്റ്റിൽ നിന്നുള്ള ചോദ്യമുണ്ട്. അപ്പൊ ഇനി മുതൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു കാര്യം മനസ്സിലാക്കി, എന്താണെന്ന് മനസ്സിലാക്കി പഠിക്കണം. കോഡ് വെച്ച് പഠിക്കുന്നതും ഒക്കെ നല്ലത് തന്നെ, അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം അങ്ങനെ പഠിക്കാം. പക്ഷെ മനസ്സിലാക്കി, കോൺസെപ്റ്റ് മനസ്സിലാക്കി പഠിക്കണം ജോഗ്രഫി. അതാണ് ഈ പറഞ്ഞ ചോദ്യങ്ങൾ നിങ്ങളുടെ മുന്നിൽ വെക്കുന്നത്. ഓക്കെ, സോ ഡൗട്ട്സ് ഒന്നുമില്ല എന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത സെഷനിൽ നമുക്ക് കാണാം. താങ്ക് യു സോ മച്ച്. താങ്ക് യു.